ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കപ്പ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു ഐറ്റത്തിന് കപ്പ പുഴുക്ക് എന്നും പറയുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റായിട്ട് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഐറ്റം കഞ്ഞിക്കൊക്കെ ബെസ്റ്റാണ് ഈ ഒരു പുഴുക്ക്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കപ്പ ഒന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് ശരിക്കും വേവാൻ 2 വിസിൽ മതി. അപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. അപ്പോൾ നല്ല പൊടിയുള്ള കപ്പ തന്നെയാണ്. അപ്പോൾ ഒത്ത വേവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാൻ ഉടച്ചെടുക്കുന്നത്. ഇതിങ്ങനെ ഉടച്ചെടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട കുറച്ച് തേങ്ങയാണ്. അതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ തേങ്ങയും ചെറിയ ജീരകവും കുറച്ച് വലിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിക്സിയിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ തേങ്ങയിട്ട് ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട കപ്പയുടെ കൂട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, വേവിച്ചെടുത്തിട്ടുണ്ട് കപ്പ പുഴുക്കിന് വേണ്ടിയിട്ട്. ഒരു പാത്രത്തിലേക്ക് ഉടച്ച് വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ ചതക്കിയിട്ടുള്ളത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ബീഫിൻ്റെ എല്ലും പുഴുക്കിൻ്റെ ഇറച്ചിയും തന്നെയാണ് ഇതിന് പറയുന്നത്. ബീഫിൻ്റെ ഇറച്ചിയല്ല, എല്ലും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന കപ്പക്കൂട്ട് എന്ന് തന്നെയാണ് ഇതിന് പറയുന്നത്. വേറെ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫസ്റ്റ് പകുതി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, എരിവ് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ചെറിയ മോനുള്ളതുകൊണ്ട് അവനും കൂടി കഴിക്കേണ്ടതാണ്. അപ്പോൾ രണ്ടാമത് എരിവ് നോക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം. എല്ലാം കൂടി എല്ലാ ഫ്ലേവറും ഒന്ന് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്ബും ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.